നമസ്കാരം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് 2026 തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുകളുണ്ടാക്കിയ അല്ലെങ്കിൽ വാർത്താവിശേഷങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് എനിക്ക് തോന്നുന്നു VD സതീശനും കോൺഗ്രസിനും എതിരായി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പിണറായി വിജയനോ CPM-ഓ BJP-യോ അല്ല, അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. സതീശനെ ഇത്ര കണ്ട് വിമർശിച്ച മറ്റ് സാമുദായിക ആചാര്യന്മാർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം വീണ്ടും ഒന്നുകൂടി കലുഷിതമാകുന്ന കാര്യമാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറത്തൊരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ മലപ്പുറത്ത് ഹിന്ദുക്കളുടെ വികാരങ്ങളെ കയ്യും കാലും കെട്ടിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അതായത് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിന്ദുക്കളുടെ താല്പര്യങ്ങളെ സർക്കാർ ബലി കൊടുക്കുന്നു എന്നൊക്കെ തരത്തിലാണ് അന്ന് സംസാരിച്ചത്. അന്ന് പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ 10 വർഷക്കാലം ഭരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഈ മറ്റ് ഈഴവ സമുദായത്തെ ബലി കൊടുത്തു എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അത് അവിടെ മാറ്റിവെക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നിലവിൽ വന്നു, UDF-ൻ്റെ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. ഇവിടെയും മുസ്ലിം ലീഗിനെ അതിനിശിതമായി തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് അടിമുടി, അവരുടെ ഉടലും ഉയിരുമെല്ലാം അടിമുടി വർഗീയത നിറഞ്ഞതാണ്. മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഓരോ ശ്വാസ നിശ്വാസത്തിലും, അവർ കഴിക്കുന്നതിലും അല്ലെങ്കിൽ അവർ വിയർക്കുന്നതിലുമെല്ലാം അവരുടെ ഈ മത തീവ്ര ചിന്താഗതി ഒളിഞ്ഞിരിക്കേണ്ട മതനിലപാടുകൾ തന്നെയാണ് ഉള്ളത്. അത് വിഷമം വമിപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും തന്നെയാണ് എന്ന് വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരം ചില വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ആ ബാന്ധവം തന്നെയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്നത് ശരിയായില്ല, മതനിരപേക്ഷതയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ അതിന് വിലക്കാനായിട്ട് സാധിച്ചില്ല, ഇതൊക്കെ പരാജയ കാരണമായി LDF-ഉം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വിമർശനങ്ങളും മതവിദ്വേഷ പരാമർശനങ്ങളുമായി വാർത്തകളിൽ ഇടം നേടുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഫവാസ് ഇതിനെ മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വെള്ളാപ്പള്ളി ഞാൻ ആദ്യം വിചാരിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ അതോടെ നിർത്തുമെല്ലാം എന്നുള്ളൊരു സാധനമായിരുന്നു എനിക്കുണ്ടായത്. കാരണം ഇലക്ഷനെ സ്വാധീനിക്കുക എന്നുള്ള കൃത്യമായ അജണ്ട അദ്ദേഹത്തിന് പിന്നിലുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പറയുന്ന പോലെ പല CPM-ൻ്റെ BJP-യുടെ ഒരു MLA ഉണ്ടാവും, അതേപോലെ എന്താ പറയുക CPM-ൻ്റെ MLA-മാരുണ്ടാവും, CPI-യുടെ MLA-മാരുണ്ടാവും, കോൺഗ്രസിൻ്റെ MLA-മാരുണ്ടാവും, പല നേതാക്കന്മാരുടെയും MLA-മാരോട് ഉണ്ടാകുന്നത്. പ്രത്യേക ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടൊരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ നിറഞ്ഞു നിൽക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അടിത്തട്ടിൽ ജനങ്ങളെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ആ വിലയൊന്നും വെള്ളാപ്പള്ളിയോടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഇപ്പോഴും പല MLA-മാരും വിചാരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഐശ്വര്യം കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കൊല്ലത്തെ ഒരു MLA അടക്കം പല നേതാക്കന്മാരുടെയും അവസ്ഥ നമുക്ക് എല്ലാവരും കണ്ടതാണ്. എനിക്ക് പേരെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ലാതെ തോന്നുന്നു അല്ലേ? കൊല്ലത്തെ മന്ത്രി അടക്കം പോയി കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത്തരത്തിൽ ഉള്ള ഒരാൾ ഇപ്പം ഏറ്റവും മുതായി അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ, ഞാനും മലപ്പുറംകാരനാണ്, മലപ്പുറം ബോർഡർ വീടാണ് എൻ്റെത്. അപ്പം പേരിൻ്റെ പാലക്കാട് ജില്ലയാണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മലപ്പുറം ബോർഡറാണ്. അപ്പം ഞങ്ങൾക്കറിയാം അവിടെ മലപ്പുറത്ത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം വെള്ളാപ്പള്ളിയോട് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ, ലീവ് കിട്ടുമ്പോൾ ഈ വർഗീയ വിഷമൊക്കെ പറഞ്ഞ് തുപ്പി ക്ഷീണമൊക്കെ മാറി ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ എപ്പോഴെങ്ങാനും ഈ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടൊന്ന് താമസിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നുണ്ടോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇത്ര പച്ചക്ക് ആൾക്കാരെ വിഭജിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും മുതായിട്ട് അദ്ദേഹം ലീഗിനെതിരെ പറയുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ
ഈ പറഞ്ഞ പോലെ PM ശ്രീയെ ബന്ധപ്പെട്ട് ലീഗിനെതിരെ അതിരൂക്ഷമായിട്ട് നമ്മൾ നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ നിലപാട് മാറ്റത്തിനെതിരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ലീഗല്ല ഇപ്പോൾ PM ശ്രീയിൽ അവർ പറയുന്നത് മറ്റൊരു നിലപാടാണ്. അപ്പം ലീഗിനെ വിമർശിക്കണം എന്നല്ല, വിമർശിച്ചവരൊരിക്കലും എന്താ പറയുക ആരും വിമർശനാതീതരല്ല. അതെ, എല്ലാവരും വിമർശനത്തിന് ഉൾക്കൊള്ളേണ്ടവർ തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റമില്ല. അതിപ്പോൾ ലീഗ് ആയിക്കോട്ടെ, RSP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ല, എല്ലാവരും വിമർശിക്കപ്പെടേണ്ടവർ തന്നെയാണ്. തെറ്റ് ചെയ്താൽ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യം, ലീഗ് മതേതര കുപ്പായമണഞ്ഞ ലക്ഷണമൊത്ത വർഗീയ പാർട്ടി തന്നെയാണ് ലീഗ് എന്നുള്ളതും, അതുമാത്രമല്ല ലീഗ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വർഗീയപരമായിട്ട് മാത്രമാണ്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ വേട്ടയാടുകയാണ്. അപ്പം അത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. വേട്ടയാടല്ല, അദ്ദേഹത്തിന് നാവടക്കി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വേട്ടയാടലുണ്ടാവില്ലായിരുന്നു. വാവിട്ട എന്താ പറയുക, വാവിട്ട വാക്കും കൈവിട്ട കല്ലും ആയുധമാണ്, പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് നന്നാവുന്നത് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രത്തോളം നമുക്കറിയാം, ഏകദേശം 80 ലക്ഷത്തോളം വരുന്ന ഈഴവ സമുദായമുണ്ട്. ആ സമുദായത്തിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നേതാവായി കാണുന്നില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സതീശിനെ ഇവിടെ ജയിക്കില്ലായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ 2026 ഇലക്ഷൻ. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന പൗരൻ, ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പച്ച വർഗീയത പറയുമ്പം അദ്ദേഹം നന്നായി സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മളിത് മുമ്പത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യമോ അവസാനമായിട്ടൊന്നല്ല വെള്ളാപ്പള്ളി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കാലം വരെ, ഇനി എത്ര കാലം ഉണ്ടാവും അത്ര കാലത്തോളം അദ്ദേഹത്തിനൊരു ബോധോദയം ഉണ്ടാവുന്നത് വരെ ഈ പറഞ്ഞ പോലെ പച്ചവർഗീയത ഇനിയും തുപ്പും എന്നുള്ളത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി എന്ന രീതിയിൽ മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ മറ്റേത് സംഘടനയും വിമർശിക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, പൗരസ്വാതന്ത്ര്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന അദ്വൈത സിദ്ധാന്തം എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ തൊലിയുടെ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും എവിടെയും വിഭജിച്ച് ഒരാൾ വലിയവനെന്നോ മറ്റൊരാൾ ചെറിയവനെന്നോ കണക്കാക്കി മാറ്റി നിർത്താൻ പാടില്ല. അദ്വൈതം ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഭേദമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആദിശങ്കരനായിട്ട് പറയുന്നുവെങ്കിലും അതിൻ്റെ കേരളത്തിലെ പ്രചാരകൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു. ആ ഗുരുദേവൻ്റെ പേരിൽ സ്ഥാപിതമായ ഒരു സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP. അപ്പോൾ ജാതി പറയരുത്, ജാതി ചോദിക്കരുത് എന്നാണ് ഗുരുദേവൻ്റെ സൂക്തങ്ങളിൽ പ്രധാനപ്പെട്ട സൂക്തം ഒന്ന് അത് തന്നെയാണ്. അങ്ങനെയുള്ള ആ ഗുരുദേവൻ്റെ പേരിൽ ഉരുവം കണ്ട ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന, അതും കഴിഞ്ഞ 30 വർഷക്കാലത്തോളമായി അദ്ദേഹം ആ സീറ്റിലിരിക്കുന്നു. കുമാരനാശാനായിരുന്നു അതിൻ്റെ ആദ്യത്തെ യോഗം ജനറൽ സെക്രട്ടറി. അപ്പോൾ അത്രത്തോളം ദിഷണാശാലിയായ ഭാവനാസമ്പന്നനായ ഒരു വലിയ മനുഷ്യൻ ഇരുന്ന, അല്ലെങ്കിൽ വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയായ ഒരാൾ അലങ്കരിച്ചൊരു കസേരയിൽ ഇരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ഒരു മതേതര പ്രസ്ഥാനത്തിൻ്റെ, മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ മത ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനോ ഫവാസോ ഓരോ പ്രത്യേക വ്യക്തികളാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടേതായ ഇടങ്ങളിൽ സംസാരിക്കാം. പക്ഷെ നമ്മൾ പൊതുവെ നമ്മളൊരു മാധ്യമത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ വക്താവായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയോ വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സംസാരിക്കാം. അത് വലുതാണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. പക്ഷേ മറ്റത് നിലവിലുള്ളതെല്ലാം ചെറുതാണെന്നോ അത് ഇതിനേക്കാൾ മോശമാണെന്നോ പറയുന്നതിലാണ് അപകടം പതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം സമഗ്രമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ സമഗ്രമായി പഠിച്ച ആൾ എന്ന രീതിയിൽ തന്നെയാണ് ഗുരുദേവനെ ലോകം മനസ്സിലാക്കുന്നത്. ഗുരുദേവൻ്റെ അത്യാവശ്യം കുറച്ച് കൃതികളൊക്കെ വായിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ പല ഗ്രന്ഥങ്ങളിലും വായിക്കുമ്പോൾ, ഗുരുവിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലായത്, ഈ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും ഒക്കെ അദ്ദേഹം പല കുറി വായിച്ചിട്ടുണ്ട്. പഠന വ്യഗ്രതയോടുകൂടി പഠിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അങ്ങനെ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതിൽ നിന്നും അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞൊരു വെളിപാട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാനും മറ്റ് സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുക, അത് എന്നിൽ നിന്നും വിഭിന്നമല്ല. അതുതന്നെയാണ് ആ ദ്വൈതം. ദ്വൈതമില്ല,
ദ്വൈതാദ്വൈത ഭാവങ്ങളില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കാണാൻ സാധിക്കണം. ജാതിയില്ല, നമുക്ക് ജാതിയില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഗുരുദേവൻ്റെ പേരിൽ ഉരുവം കണ്ട ഒരു സംഘടനയുടെ തലപ്പുറത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇതുപോലെ മറ്റ് സഹോദര മതങ്ങളെക്കുറിച്ച് മതനിരപേക്ഷമായ നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് മതസൗഹാർദ്ദം നശിപ്പിക്കുന്ന തരത്തിൽ, മതധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ ചെവിക്കൊള്ളു പോലും, നമ്മൾ ചിലപ്പോൾ വാർത്തയ്ക്കൊന്നും നമ്മളത് എടുക്കുക പോലുമില്ല. പക്ഷേ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിത് വാർത്തയാക്കാൻ നമ്മൾ മെനക്കെടുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മൾ താല്പര്യം കാണിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് പുറത്തു നിന്നൊരു വ്യക്തി വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി മാത്രമായി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഗവനിക്കില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ആര് തന്നെയായാലും കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ മതേതരമായ നിലപാടുകൾ ചോദ്യം ചെയ്യുന്ന തരത്തിലോ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലോ ഒരു തരത്തിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന ജാതിയുടെയോ മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മറ്റ് മതങ്ങളെ നിരാസിക്കുകയോ അല്ലെങ്കിൽ അവ തള്ളിപ്പറയുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനും മനസ്സിലാക്കണം. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിന് ഉചിതമായ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതിനൊരു കടിഞ്ഞാൺ ആരിടും എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. പൂച്ചയ്ക്കാര് മണിയെട്ടും എന്നുള്ളത് ചോദ്യമാണ്. കാരണം പല ജനപ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ പോയി വിശ്വസ്ത വിനീതരായി തല കുമ്പിട്ട് നിന്ന് പാദം തൊട്ട് നിറയിൽ വയ്ക്കുമ്പോൾ ഒരു മുതിർന്ന മനുഷ്യൻ എന്ന രീതിയിൽ ആവാം എന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയെന്ന് അദ്ദേഹത്തിന് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രഭാഷണങ്ങൾക്കെതിരെ നടപടി കൈക്കൊള്ളേണ്ടത് എന്ന് കൂടി ഒരു ചോദ്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പം ഇത് പറയുമ്പം എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പം ഇതൊക്കെ പറയാനുള്ളൊരു റീസൺ, ഇപ്പം ഈ പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ സ്വന്തം അടിത്തട്ടിലെ എന്താ പറയുക മണ്ണൊലിച്ചു പോകുന്നതായിട്ട് അദ്ദേഹം ഫീൽ ചെയ്തിട്ടുണ്ടാകും. കാരണം ഈ പറഞ്ഞ പോലെ നാളെ മറ്റന്നാൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കോടതിയിൽ വീണ്ടും കേൾക്കാൻ പോകുമായിരിക്കും. അതെ, കാരണം ഈ പറഞ്ഞ പോലെ KK മഹേഷിൻ്റെ ആത്മഹത്യ, അതേപോലെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ്, ഇത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള കേസുകൾ കിടക്കുന്നുണ്ട്. ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, ധാരാളം കേസുകൾ വരെ അത് കിടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല വേറെയും പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഒരു തലക്കുന്ന് അദ്ദേഹത്തിനെതിരെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഏത് വിധേനയും ഈ പറഞ്ഞ പോലെ UDF സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു സാധനം അദ്ദേഹം ഇപ്പോൾ, കാരണം എല്ലാം കൈവിട്ട് പോയി. കാരണം കേന്ദ്രത്തിന് എന്തായാലും CPM ആവശ്യമില്ല. CPM ഇത്രയും കാലം വെള്ളാപ്പള്ളി കൂടെ പിടിച്ചത്, CPM പിടിച്ചത് ഈ പറഞ്ഞ പോലെ കേന്ദ്രമായിട്ടുള്ളൊരു സപ്പോർട്ടിന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. CPM തോറ്റ സ്ഥിതിക്ക് കേന്ദ്രത്തിന് എന്തായാലും ഇവരെ വേണ്ട. പിന്നെ ഉള്ളത് മകനാണ്. മകൻ തുഷാർ എന്തായാലും ഓൾറെഡി അവിടെ കേന്ദ്രത്തിൽ സെറ്റിൽഡാണ്. പിന്നെ ഉള്ളത് അച്ഛനാണ്. അച്ഛനെ ഇവിടെ സംസ്ഥാന സർക്കാരായിട്ട് ഭയങ്കര ബന്ധത്തിലായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് ആകുള്ളത് മകൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിലെ കേസ് കിടക്കുന്നത് സംസ്ഥാനത്താണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാർ, തുഷാർ വെള്ളാപ്പള്ളിയും ഈ കേസുകളിലൊക്കെ പ്രതിയാണ്. ഇപ്പോൾ മൈക്രോ ഫൈനാൻസ് കേസ് ഇപ്പോൾ 3-ാം പ്രതി പറഞ്ഞ പോലെ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അപ്പം അതിൽ മാറ്റമൊന്നുമില്ല, അച്ഛനും മകനും പ്രതിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സതീശനുമായിട്ട് തുഷാർ വെള്ളാപ്പള്ളി കാണാം. ഞാൻ ഒരിക്കലും ആ കാര്യത്തോട് യോജിക്കുന്നില്ല. സതീശനെ പറഞ്ഞത് സാധാരണ കൂടിക്കാഴ്ച, SNDP നേതാവ് എന്നുള്ള കൂടിക്കാഴ്ച മാത്രമാണ്, അതിനപ്പുറത്തോട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇല്ല എന്നാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ ആ കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നത്. അവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി, ഞാനപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും, അല്ലെങ്കിൽ അടുത്തൊരു സമയം അനുവദിക്കും. അവിടെ ഇന്നയാളെന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മളൊരു സമയം എടുക്കുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി തീർച്ചയായും. അപ്പോൾ നമുക്കതിന് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ കണ്ടതുമായിട്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു പ്രാധാന്യം ഇപ്പോൾ കൊടുത്ത് സംസാരിക്കേണ്ടതില്ല. നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാലും അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ മറ്റു സമയം അനുവദിച്ചു തരിക. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ധാർമ്മികമായ ബാധ്യതയാണ്. അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയം കൊടുക്കുക എന്നുള്ളത്. അഥവാ നമ്മളെ കാണാനും കേൾക്കാനും ഒക്കെ അദ്ദേഹം ബാധ്യസ്ഥനാണ്. നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളെ കാണാൻ എപ്പോഴും തയ്യാറായിരിക്കും. ആ രീതിയിൽ തുഷാറിനെ കണ്ടതായി മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഭൂരിപക്ഷ സമുദായത്തെ കേരളത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും തകർക്കുന്ന രീതികളാണ് ലീഗിൻ്റേത് എന്നുള്ളതും അതിനുദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ലീഗിൻ്റെ MLA മന്ത്രിമാരുടെ കാര്യം, മന്ത്രിമാരുടെ സ്റ്റാഫുമാരുടെ കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇതൊന്ന് വളരെ കൃത്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. അതിൽ പല എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ളൊരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടില്ല. അത് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം പറയുന്നത് ഒരു മതത്തെക്കുറിച്ച് മാത്രമാണത്. അപ്പം ടാർഗറ്റ് പോയിന്റ് വളരെ കൃത്യമാണ്, അത് ഏത് സമുദായമാണ് എന്നുള്ളതും. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഭൂരിപക്ഷ സമുദായം എപ്പോഴും ഇവിടെ, അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളായിരിക്കും ഇദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടാവുക.
അപ്പോൾ അതിന് ഒന്നാമത്തെ ഉത്തരവാദി ഈ പറഞ്ഞ പോലെ പിണറായി വിജയനാണ്. അല്ല ഫാസ്, ഇവിടെ വേറൊരു കാര്യം പറയുക, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ വ്യക്തിപരമായ നിലപാടുകൾക്ക് അനുസൃതമായി അദ്ദേഹം എപ്പോഴും ഓരോരോ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ വി ഡി സതീശൻ ഒരു കാരണവശാലും UDF ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല, UDFന് 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 100 വേണ്ട 99 ആയിക്കോട്ടെ, എൻ്റെ പേരിൽ ഒരു സീറ്റ് കുറച്ചിരിക്കണു, 99 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കും, വനവാസത്തിന് പോകും, സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അധികാരം കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ച ആളാണ്. അപ്പോൾ വീണ്ടും സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു വി ഡി സതീശൻ മിടുക്കൻ അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രി ആവില്ലായിരുന്നല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ തുടക്കം തന്നെ ഗംഭീരമാക്കി, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയണ്ടായി. അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു ചിത്രം നമുക്ക് നമ്മുടെ ആർക്കൈവ്സിൽ അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ എന്തായിരുന്നു വി ഡി സതീശൻ എന്ന നേതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇത് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് പരസ്പരം ഇവരിങ്ങനെ പറയണതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുന്ന ഒരാളായി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനെ ബഹുഭൂരിപക്ഷം ആളുകളും വിലയിരുത്തുന്നത്. അദ്ദേഹം അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും അദ്ദേഹത്തിന് മാത്രമാണ്. കാരണം നിലപാടുകളുടെ സുതാര്യത അനുസരിച്ചിട്ടാണ് ആളുകൾ ഓരോ വ്യക്തിയെ വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ ഈ വ്യക്തികളുടെയൊന്നും അഭിപ്രായം എനിക്ക് ആവശ്യമില്ല, ആരുടെയും വോട്ട് എനിക്ക് ആവശ്യമില്ല, ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. ആരുടേതായാലും നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വിലയിരുത്തപ്പെടുക. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കേരളം വിലയിരുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ കേരളത്തിലെ സമൂഹത്തിനറിയാം. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ളൊരു ജൽപ്പനമായിട്ട് മാത്രമേ ഇതിനെയും ജനം കണക്കിലെടുക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.